ഗവൺമെൻറ്റിൻ്റെ ഒരു വേഗത അക്കാര്യത്തിലുണ്ട്. രണ്ട് ഡിസ്കോഴ്സ് നടക്കുന്നത്. ഒന്ന്, സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചതുമായി ബന്ധപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ മുൻ തീരുമാനങ്ങൾക്കെതിരാണെന്നാണ് CPM ആരോപിക്കുന്നത്. രണ്ട്, അങ്ങ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ അങ്ങയുടെ പേര് മുഴുവൻ വായിച്ചത് ഒരു സവർണതയുമായി ബന്ധപ്പെട്ട ആരോപണമായതാണ്. ഒരു കാര്യം, ആദ്യത്തെ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേ മാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്. നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞു തന്നെ. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്, പരാതികളുണ്ട് വ്യാപകമായി. ഇപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പോലും വ്യാപകമായ പരാതികളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ അതിൻ്റെ യോഗം വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ 3 ദിവസമോ? അതെങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു അന്ന് രാത്രി ചർച്ചകൾ നടത്തി ഇത് പൂർത്തി